ഫിൻലൻഡിൽ നടക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഇടം പിടിച്ച് മലയാള ചിത്രമായ സ്കൂൾ ചലേഹം ജി ശ്രീകാന്ത് സംവിധാനം ചെയ്ത ചിത്രം 55ാമത് സംസ്ഥാന ചലച്ചിത്ര മേളയിൽ കുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ചിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡും അതുപോലെ കുട്ടികളുടെ സിനിമയ്ക്കുള്ള പുരസ്കാരങ്ങളും എല്ലാം വാർത്തകളിൽ സജീവമായി നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കൊച്ചു ചിത്രം, അത് കുട്ടികളുടെ ചിത്രമാണ്. ആ ചിത്രം ഇപ്പോൾ ഫിൻലൻഡിലുള്ള ഒരു കുട്ടികളുടെ ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ സംവിധായകനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സിനിമയുടെ പേര് സ്കൂൾ ചലേഹം എന്നാണ്. ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തി 2 സിനിമകളിൽ ഒന്നാണെന്ന് മീഡിയയിൽ അറിഞ്ഞ സിനിമയിൽ ഒന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് ജൂറി കുട്ടികളുടെ സിനിമകൾ ഇങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവാർഡ് കൊടുക്കാതെ മാറ്റി നിർത്തിയ സിനിമയാണ്. ഇപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 44th ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലാണ് ഫിൻലൻഡിലാണ് നടക്കുന്നത്. അത് കുട്ടികളുടെ മേജർ ഫെസ്റ്റിവലുകളിൽ ഒന്നാണ്. അവിടെ അറൗണ്ട് ദി ഗ്ലോബ് അറൗണ്ട് 300 ഫിലിംസ് അയച്ച് അതിൻ്റെ അകത്തുനിന്ന് 8 സിനിമകളാണ് കോമ്പറ്റീഷൻ സെക്ഷനിലോട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സ്കൂൾ ചലേഹം സിനിമയാണ്. അത് ഇന്ത്യയിൽ നിന്നുള്ള ഏക എൻട്രി നമ്മുടെ സിനിമയാണ്. സംസ്ഥാന അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ജൂറി ചെയർമാൻ അടക്കം പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പിന്നെ തീർച്ചയായിട്ടും നമുക്കും കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾക്കും ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. വേറെ ഒരു കാറ്റഗറിയിലും അങ്ങനെ അവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മികച്ച നടൻ പ്ലസ് കുറേ സ്പെഷ്യൽ എന്താ പറയുക മെൻഷനുകൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് മോശമായ ഒരു കാര്യം പറ്റില്ല പറഞ്ഞു. ഇപ്പോൾ അവാർഡ് കിട്ടിയ ARM ആയാലും ബാക്കിയുള്ള സിനിമകളുടെ അതേ എന്താ പറയുക നിലവാരം അല്ലെങ്കിൽ അതിനായിരിക്കും കുട്ടികളുടെ സിനിമയും കൂടി അവർ കാണുന്നുണ്ടാവുക. അങ്ങനെയല്ല കുട്ടികളുടെ സിനിമ കാണേണ്ടത്. അത് അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കുട്ടികളുടെ സിനിമകൾ ഉണ്ടാക്കുന്നത് എന്നും അതിനത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നും അതിന് മാർക്കറ്റിൽ അതിന് മാർക്കറ്റ് ഉണ്ടോ, എത്ര കുട്ടികളുടെ സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്, OTT എത്തുന്നുണ്ടെന്നൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിലെ കുട്ടികളുടെ സിനിമയുടെ അവസ്ഥ. കുട്ടികൾ വളരെ ഭംഗിയായി ചെയ്തു. കാരണം ഇത്തവണത്തെ JC ഡാനിയൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ ബാലതാരം നമ്മുടെ കുട്ടിക്കാണ് കിട്ടിയത്. കുട്ടികളുടെ സിനിമ എന്ന കാറ്റഗറിയിൽ സെലക്ട് ആവണമെങ്കിൽ ആ സിനിമ സെൻസർ ചെയ്യുമ്പോൾ കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ സെൻസർ ചെയ്യണം. നമ്മുടെ സിനിമ അങ്ങനെ സെൻസർ ചെയ്തതും കൂടിയാണ്. അപ്പൊ അതിന്റെ പ്രശ്നം വെച്ചാൽ അങ്ങനെ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ ബാക്കി വരുന്ന 38ഓളം കാറ്റഗറിയിൽ മത്സരിക്കാനാവില്ല. എങ്കിലും നമ്മളത് മൈൻഡാക്കാതെ നമ്മുടെ സിനിമ കുട്ടികളുടെ സിനിമയായിട്ട് സെൻസർ ചെയ്ത് നമ്മുടേതടക്കം 6 സിനിമകൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ മികച്ച ബാലതാരം ആൺ പെൺ ഈ 2 കാറ്റഗറിയിൽ അങ്ങനെ പ്രശ്നമേ വരുന്നില്ല. അത് ഈ ജനറൽ കാറ്റഗറിയിൽ നിന്ന് ആരൊക്കെ എവിടെയെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെ പറഞ്ഞല്ലോ ഇത്രയും സിനിമകളാണ് മത്സരിച്ചതെന്ന്. ഇത്രയും സിനിമകൾ മത്സരിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മികച്ച ഒരു ബാലതാരത്തിന്റെ പ്രകടനം എവിടുന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂല. കുട്ടികളുടെ കാറ്റഗറി ആയതുകൊണ്ട് ഫാൻ ഫൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനുണ്ടാവില്ല. ഇതിനെ കൊടുത്താലും ഇല്ലെങ്കിൽ ആരും അറിയില്ല. അതുതന്നെയായിരുന്നു കഴിഞ്ഞ വർഷം സംഭവിച്ചത്. പക്ഷേ ആകെ ഇപ്പം നമ്മളൊക്കെ പ്രതികരിച്ചുകൊണ്ടാകാം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അടുത്ത വർഷം എന്തായാലും അവാർഡ് കൊടുക്കുന്നു. അത് വളരെ നല്ല കാര്യം. അതിനു വേണ്ടി തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷേ വീണ്ടും ഉണ്ടാകുന്ന ചോദ്യം, അപ്പം നമ്മുടെ കുട്ടികളോ നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരുപാട് കുട്ടികൾ അവർക്ക് ഒരു നീതി നിഷേധമല്ലേ? എനിക്ക് പറയാനുള്ളത് ഇനിയും സമയം വൈകിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഇത് വീണ്ടും പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കണം. ആ കുട്ടികളെ ഇങ്ങനെ മഴയത്ത് നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളർന്നു വരുന്ന ഈ കുഞ്ഞു കുട്ടികൾക്ക് ഒരു വലിയ പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള ഓരോ അവാർഡുകളും എന്നാണ് ഇദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.